തിരുവനന്തപുരം വർക്കലയിൽ അതിർത്തി ലംഘിച്ചെത്തിയ വലിയ ബോട്ട് ചെറുകിട മത്സ്യത്തൊഴിലാളികൾ തടഞ്ഞതോടെ സംഘർഷം. തടയാൻ ശ്രമിച്ച വള്ളക്കാരെ ബോട്ട് ജീവനക്കാർ ആക്രമിച്ചു. പിന്നാലെ ചെറുകിട മത്സ്യത്തൊഴിലാളികൾ ബോട്ട് പിടിച്ചെടുത്തു. നിയന്ത്രണത്തിലാക്കിയ ബോട്ട് ഇവർ കരയിലേക്ക് അടുപ്പിച്ചു. ഗോകുൽനാഥ് കൂടുതൽ വിവരങ്ങൾ നൽകും. ഗോകുൽനാഥ്, ഇത് എപ്പോഴായിരുന്നു സംഭവം? എങ്ങനെയായിരുന്നു? വിശദാംശങ്ങൾ എങ്ങനെ? ആര്യ, ഇടവ വെറ്റക്കട കടൽ തീരത്താണ് അനധികൃത മത്സ്യബന്ധനത്തിന്റെ പേരിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും ബോട്ട് ഉടമകളും തമ്മിൽ സംഘർഷം അതിരൂക്ഷമായത്. അതിർത്തി ലംഘിച്ച് മത്സ്യബന്ധനം നടത്തിയ വലിയ ബോട്ടിനെ ചെറുകിട മത്സ്യത്തൊഴിലാളികൾ തടയുകയും തുടർന്ന് പിടിച്ചെടുക്കുകയും ചെയ്തതാണ്. ബോട്ട് തടയാൻ ശ്രമിച്ച ചെറുകിട മത്സ്യത്തൊഴിലാളികളുടെ ബോട്ട് ജീവനക്കാർ ആക്രമിച്ചതാണ് ഈ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കടന്നെന്നുള്ളതാണ് ഇപ്പോൾ പ്രദേശവാസികളൊക്കെ പറയുന്നത്. വലിയ ബോട്ടുകളുടെ നിയമവിരുദ്ധ മത്സ്യബന്ധനത്തിനെതിരെ പരമ്പരാഗത തൊഴിലാളികൾ കഴിഞ്ഞ ദിവസം തീരദേശത്തെ റോഡ് ഉപരോധിച്ചിരുന്നു. തുടർന്ന് പോലീസിന്റെ നേതൃത്വത്തിൽ ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകിയിരുന്നെങ്കിലും പിന്നീട് വലിയ ബോട്ടുകൾ തീരത്തോട് ചേർന്നെത്തിയതാണ് കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കുകയായിരുന്നുള്ളതാണ്. സംഭവ സ്ഥലത്ത് അയിരൂർ എസ്എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ക്യാമ്പ് ചെയ്ത സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുവാൻ ശ്രമിച്ചു വരികയുമാണ്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ജീവനോപാധി തടസ്സപ്പെടുന്ന തരത്തിലേക്ക് വലിയ ബോട്ടുകളുടെ അതിക്രമത്തിനെതിരെ ശക്തമായ നടപടി വേണമെന്നുള്ളതാണ് ഈ തൊഴിലാളികളുടെ പ്രധാന ആവശ്യം. ഗോകുൽനാഥാണ് വിശദമായ വിവരങ്ങൾ നൽകി.